ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പ്രശ്നമായതിനെ തുടർന്ന് ഇപ്പോൾ എമ്പുരാൻ സിനിമ റീ എഡിറ്റ് ചെയ്ത് പ്രദർശനത്തിന് എത്തുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രധാന വിഷയം. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നടക്കമുള്ള രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ചിത്രത്തിലെ ബജ്രംഗി എന്ന കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് മാറ്റിയേക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാൻ സിനിമയിൽ നിന്ന് 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യാനാണ് അണിയറയിലുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. എഡിറ്റ് ചെയ്ത് നീക്കാനാകാത്ത ഭാഗങ്ങൾ സംഭാഷണം മ്യൂട്ട് ചെയ്യുമത്രേ. മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തി RSS മുഖപത്രമായ ഓർഗനൈസറി ഒരു ലേഖനം വന്നിരുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിന്റെ മാപ്പ് പറച്ചിൽ ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് കൂടി പിന്നാലെ എത്തി. ഏതെങ്കിലും സീനോ സംഭാഷണമോ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ മാറ്റം വരുത്താൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സിനിമയുടെ അവസാന ഘട്ടത്തിൽ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലൻ നേരത്തെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഒരു സെനാരിയോ. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നടക്കുന്ന ചർച്ച നമുക്കൊന്ന് പരിശോധിക്കാം. സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ്, അതിനേക്കാൾ കൂടുതലായി റൈറ്റർ മുരളി ഗോപി എന്നിവരെന്തോ ഒരു സംഘപരിവാർ വിരുദ്ധമായ എന്തോ ഭയങ്കര ധീരത കാണിച്ചെന്ന മട്ടിൽ ഒരു വിഭാഗം പ്രചാരണം നടത്തുന്നുണ്ട്. ചില പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയ നിലപാടുകളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ആളാണ് പൃഥ്വിരാജ്. എന്നാൽ തന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൃത്യമായി തുറന്നു പറയുകയും മുൻകാല സൃഷ്ടികളിൽ അത് തുറന്ന് പ്രഖ്യാപിക്കുകയും കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മുരളി ഗോപി. ഇങ്ങനെയുള്ള പൃഥ്വിയും മുരളി ഗോപിയും ചേർന്ന് ഇത്രയും മുതൽ മുടക്കുള്ള ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല ഹിറ്റ് ചിത്രം ഉണ്ടാക്കുമ്പോൾ അതിൽ സ്വബോധത്തോടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞു എന്നൊന്നും ഒരു തരത്തിലും കരുതാൻ കഴിയില്ല. ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ആദ്യ സിനിമയായ ലൂസിഫർ നോക്കുക. ലൂസിഫറിലെ രാഷ്ട്രീയം എന്താണ്? ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് വിളിക്കപ്പെടുന്ന ഇടതുപക്ഷവും അതോടൊപ്പം വലതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും ഒരേപോലെയാണ്, രണ്ടും ഒരു കണക്കാണ് എന്ന രാഷ്ട്രീയമാണ് ലൂസിഫർ പറഞ്ഞു കേൾക്കുന്നത്. ഇത് ശ്രീനിവാസൻ മോഡൽ സന്ദേശം സിനിമാറ്റിക് യൂണിവേഴ്സിലെ രാഷ്ട്രീയം തന്നെയാണ്. തലശ്ശേരി പോലെയുള്ള ഒരു പ്രദേശത്ത് സംഘപരിവാർ രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്നിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ഒരു അളിയനെയെങ്കിലും സന്ദേശത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രീനിവാസൻ വളരെയധികം ശ്രദ്ധിച്ചു എന്നതാണ് സന്ദേശത്തിൽ ശ്രീനിവാസന് നൽകാനുള്ള തന്റെ രാഷ്ട്രീയ സന്ദേശം. സന്ദേശത്തിന്റെ ക്ലൈമാക്സിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അരാഷ്ട്രീയവാദികളാകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. പുതിയ തലമുറയെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ അനുവദിക്കരുത്, അവരെ അതിൽ നിന്ന് തടയണം എന്നാണ് സിനിമ കൃത്യമായി ആഹ്വാനം ചെയ്യുന്നത്. ലൂസിഫറും വലിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല. പൊതുശത്രുവിനെ നേരിടാൻ ഒന്നു ചേർന്ന് ഗുണ്ടകളെ അയക്കുന്ന ലെഫ്റ്റ് കോൺഗ്രസ് നേതാക്കളുടെ അവിശുദ്ധ ബന്ധത്തിന്റെയൊക്കെ അപ്പുറത്ത് മരുമകന്റെ ഡ്രഗ് കാർട്ടലും വളർത്തുപുത്രന്റെ ഗോൾഡ് മാഫിയയും ഒക്കെ തലയെഴുത്ത് തീരുമാനിക്കുന്ന ചെകുത്താന്റെ കേരളമാണിതെന്ന ഒരു അരാഷ്ട്രീയ സന്ദേശമാണ് ലൂസിഫർ നൽകുന്നത്. എന്താണ് എമ്പുരാനിൽ സംഭവിച്ചത് എന്ന് നോക്കാം. കാലാകാലമായി കേരളത്തിലെ ലെഫ്റ്റിനെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അതുപോലെ കേരള കോൺഗ്രസിനെയും ഒക്കെ ട്രോളിയും പരിഹസിച്ചും തോണ്ടിയും മാന്തിയും ഒക്കെ സിനിമയെടുക്കുന്ന അതേ ശ്രീനിവാസൻ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു പാൻ ഇന്ത്യൻ സംഭവം പടച്ചുവിടാം എന്ന രാഷ്ട്രീയ ബോധമില്ലായ്മ മാത്രമാണ് എമ്പുരാന്റെ കഥയ്ക്ക് മേലും സംഭവിച്ചത്. എമ്പുരാന്റെ പശ്ചാത്തലം പാൻ ഇന്ത്യ ആയപ്പോൾ കേരളത്തിലെ ലെഫ്റ്റിനെയും കോൺഗ്രസിനെയും തോണ്ടിയതുപോലെ ഒന്ന് കാവ്യപ്പടയെയും തോണ്ടിക്കളയാമെന്ന് തോന്നി. അതാണ് സംഭവിച്ചത്. അത് മാത്രമാണ് സംഭവിച്ചത്. കോട്ടയിട്ട മരുമകൻ, കൂറുമാറിയ പുത്രൻ, മെഗാ തിരുവാതിര, വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ലെങ്കിലും പാർട്ടി പറഞ്ഞാൽ കൊല്ലാതിരിക്കാൻ കഴിയാത്ത പാവം ഗുണ്ടകൾ എന്നൊക്കെ പോലെ ഒരു ഐറ്റമാണ് ഈ സിനിമയിലെ ഗുജറാത്ത് കലാപവും അതുപോലെ ഗർഭിണിയും ഈ സംഭവങ്ങളെല്ലാം. ഇനി അങ്ങനെയല്ല, അതൊക്കെ ബോധപൂർവ്വം ഇവർ സൃഷ്ടിച്ച രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകളാണ് എന്നൊക്കെ ഊട്ടൻ കൊള്ളുന്നവർ ഒരു കാര്യം കൂടി നോക്കുക. എന്തിനാണ് ഇപ്പോൾ ഇവർ മാപ്പ് പറയുന്നത്? സിനിമ പ്രദർശനം നടക്കുന്ന ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ തിയേറ്ററുകളിലേക്ക് പോലും ഒരു പ്രതിഷേധ പ്രകടനം പോലും നടന്നിട്ടില്ല. കുറെ ലോ പ്രൊഫൈൽ നേതാക്കളുടെ പ്രതിഷേധവും അതുപോലെ ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനവും മാത്രമാണ് മുന്നിലുള്ളത്.
ഹർജിയുമായി കോടതികളെ പോലും ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ചിത്രം റീ എഡിറ്റ് ചെയ്യാനും അതിൽ മാപ്പ് പറയാനും ഒക്കെ തയ്യാറായത് ഈ സിനിമയിൽ തങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിലൊന്നും യൂറ്റം കൊള്ളുന്ന സംഘവിരുദ്ധ രാഷ്ട്രീയമൊന്നും ഇല്ല. മുരളി ഗോപിയുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പേരിലും ഭാവത്തിലും മാനറിസത്തിലും പിണറായി വിജയനെ അതുപോലെ പ്രഖ്യാപിക്കുന്ന കൈതേരി സഹദേവൻ എന്ന ഒരു കഥാപാത്രമുണ്ട്. ലാവ്ലിനെ ഓർമ്മിപ്പിക്കുന്ന ചെമ്പറ ഡാമും കനേഡിയൻ കമ്പനിയും ഒക്കെ ഉണ്ട്. അതേ ലാഘവത്തോടെ തിയേറ്ററുകളിൽ കയ്യടി പ്രതീക്ഷിച്ച് ഒരു ബോധവുമില്ലാതെ സൃഷ്ടിച്ച കഥാപാത്രമാണ് എമ്പുരാനിലെ ബജ്രംഗി എന്ന കഥാപാത്രം. തനിക്കൊരു തന്ത മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച് മാപ്പ് പറയില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് പിണറായി എന്ന കൈതേരിയെ പാർട്ടി സമ്മേളനത്തിൽ വച്ച് തീർത്ത് കളയുന്ന വട്ടുജയനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ കാണാം. എന്നാൽ എമ്പുരാനിൽ കാണാൻ കഴിയുന്നത് ആരെയാണ്? ആവർത്തിച്ചാവർത്തിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് ബജ്രംഗി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ പോകുന്ന ഇതേ മുരളിഗോപിയെയും കൂട്ടരെയുമാണ്. CPM-നെയും കോൺഗ്രസിനെയും ലീഗിനെയും അതുപോലെ കേരള കോൺഗ്രസിനെയും ഒക്കെ ചൊറിയുന്നത് പോലെയല്ല കാവിപ്പടയെ ചൊറിഞ്ഞാൽ സംഭവിക്കുക എന്ന തിരിച്ചറിവ് എമ്പുരാനിലൂടെ ഉണ്ടാവട്ടെ. അതാണ് എമ്പുരാൻ എന്ന സിനിമ നൽകുന്ന പാഠം. സിനിമകൾക്കെതിരെ കാവിപ്പടയുടെ വിമർശനം വന്നപ്പോൾ മീശ വിരിച്ച് ജോസഫ് വിജയ് എന്ന പേര് ഉറപ്പിച്ചു പറഞ്ഞ തമിഴ് നടൻ വിജയെയും മാപ്പ് പറയാതെ സിനിമയുടെ കൊമേഴ്ഷ്യൽ വിജയം ഉറപ്പുവരുത്തിയ ഷാറുഖ് ഖാനെയും ഒക്കെ പോലെയാണ് എമ്പുരാന്റെ ഈ പിന്നണി പ്രവർത്തകരെന്ന് ദയവ് ചെയ്ത് വീമ്പ് പറയാതിരിക്കുക. മെഗാ തിരുവാതിര കാണിച്ചും അതുപോലെ കാലുമാറുന്ന കോൺഗ്രസുകാരനെ കാണിച്ചും ഗദറിട്ട ഗുണ്ടയെ കാണിച്ചും സദാസമയം കുണ്ടന്മാരുമായി നടക്കുന്ന ലീഗ് നേതാക്കളെ കാണിച്ചും പച്ചയ്ക്ക് കാശു വാങ്ങുന്ന നസ്രാണി കേരള കോൺഗ്രസുകാരനെ കാണിച്ചുമൊക്കെ മാസ് കാണിക്കാൻ മാത്രം മലയാള സിനിമാ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുക. ശ്രീനിവാസൻ പണ്ട് പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് ഡയലോഗ് എഴുതിയിരുന്നു. RSSകാരെ കാണിക്കാതെ സന്ദേശം സിനിമ പിടിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയുക. അതാണ് എമ്പുരാൻ നൽകുന്ന പാഠം. അത് മാത്രമാണ് എമ്പുരാൻ നൽകുന്ന പാഠം. മുരളി ഗോപിയെയും പൃഥ്വിരാജിനെയും പുകഴ്ത്തുന്ന ഐക്യദാർഢ്യപ്പെടുന്ന ആ യന്ത്രം ദയവ് ചെയ്ത് ഓഫ് ചെയ്യുക. എന്താണ് യഥാർത്ഥ ഫാസിസം എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.